അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ്? താത്വികമായ ഒരു അവലോകനമാണ് നമുക്ക് വേണ്ടത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് താത്വിക ആചാര്യനിലേക്ക് തന്നെ പോവാം. അല്ല, അപ്പോൾ ആചാര്യൻ്റെ ഇലക്ഷന് മുമ്പുള്ള കുറച്ച് സംഭാഷണ ശകലങ്ങളിലേക്ക്. കേരളത്തിൽ നമ്മൾ ആദ്യം ജയിക്കാൻ പോണ മണ്ഡലം ഒന്ന് വ്യക്തമാക്കാമോ? കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലം. ഉറപ്പായിട്ടും പത്തനംതിട്ട തന്നെ ആയിരിക്കുമോ? മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. അല്ല, അപ്പോൾ പത്തനംതിട്ട ആദ്യം. ഒന്ന് രണ്ടെണ്ണത്തിൽ ആദ്യം ജയിക്കാനോ? ആ പറഞ്ഞ പോയിന്റ് ഓക്കെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വടകരയിലും പത്തനംതിട്ടയിലും ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇടുക്കിയിലെ അവസ്ഥയിലൊന്ന് നോക്കാം. ഇടുക്കിയിലെ അതിശക്തിയായ രീതിയിൽ മുന്നേറ്റമാണ്. നല്ല രീതിയിൽ ജയിക്കും. പറയുന്നത് നടക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പിണറായി എന്ന പേര്. ഇമ്മാതിരി ഒരു ഗ്യാരണ്ടി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി. അതും കോപ്പി അടിച്ചല്ലേ? വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിലെ തരംഗല്ലേ, വമ്പിച്ച തരംഗം, സാധാരണ തരംഗം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ വമ്പിച്ച മുന്നേറ്റം UDF-ന്. അത്രേ ഉള്ളൂ. എല്ലാവരും അടിച്ച് കയറി വാ.